അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്നൊരു സമയം വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണണം. അവിടുന്ന് വിളിക്കണം. ഈ ലോകത്ത് വെച്ച് പറഞ്ഞു കേട്ട് പരിചയമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി വന്ന് അവിടുത്തെ വിളിക്കുത്തരം ചെയ്ത് അവിടുന്ന് മാടി വിളിക്കുന്നൊരവസ്ഥയിൽ യാത്രയാകണം. റബീഇ ഇബ്നു ഖിറാശ് തങ്ങളെപ്പോലെ സ്വഹാബാക്കളിൽ എല്ലാ മഹാന്മാരെയും പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാടി വിളിക്കുമ്പോൾ പോകണം. എന്തൊരു യാത്രയാണത്! അത് മരണമല്ല, അതൊരു ഉല്ലാസയാത്രയാണ്. അതല്ലേ ബിലാൽ തങ്ങൾക്ക് മരണയാത്ര ഒരു വിനോദയാത്രയാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞു, ഗദന്നൽ ഖൽഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ. ഞാൻ ടൂറിന് പോവുകയാണ്, കൂട്ടുകാരെ കാണാൻ പോവുകയാണ്, മുത്തുനബി തങ്ങളെ കാണാൻ പോവാണ്, സന്തോഷത്തിന്റെ യാത്രയിലാണ്, മരിക്കുകയാണ് എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുമ്പോൾ പറഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നല്ല, അർറഫീഖൽ അഅ്ലാ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണെന്നാണ്. റബ്ബാരാണ്? മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും വലിയ മഹബ്ബത്തിന്റെ കേന്ദ്രമാണ്. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്. മുത്തുനബി തങ്ങളുടെ എല്ലാ പ്രണയവും റബ്ബിന് കൊടുത്തതാണ്. അപ്പോൾ ആ മരണം ആ പ്രണയ പാത്രത്തിലേക്കുള്ള വിലയമാണ്. നമ്മുടെ എല്ലാ സ്നേഹവും മുത്തുനബി തങ്ങൾക്ക് നൽകിയാൽ നമ്മുടെ മരണം തങ്ങളിലേക്കുള്ളൊരു യാത്രയാകണം. അങ്ങനെ പോകുമ്പോ മരണം എന്തു രസമാണ്, ഖബർ എന്ത് രസമുള്ള വീടാണ്, യാത്ര എന്ത് ആനന്ദമാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത്, ഒരു ജനാസ ഖബറിൽ കൊണ്ടുവച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കും. എന്നിട്ട് ചോദിക്കും, ഇതാരാണ്? അമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു. ഇമാം ബുഖാരി ഉദ്ധരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസി പറയും, ഇതെന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ എന്ത് രസമുള്ള ഖബറാണ്. ആ ഖബറാളിയോട് പറയും, നംക നൗമത്തിൽ അറൂസ്, മണവാളൻ ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് പറയും. മണവാളൻ ഉറങ്ങുമോ? ഉറങ്ങുകയില്ല. മണവാട്ടിയോട് കഥ പറഞ്ഞിരിക്കും, മണവാട്ടിയുടെ സൗന്ദര്യം നോക്കിയിരിക്കും, പരസ്പരം സല്ലാപം നടത്തിയിരിക്കും. പ്രഭാതമാകുന്നതറിയില്ല. അപ്പ ചോദിക്കും, പഠിച്ചോനെ സുബഹിന്റെ വാങ്ക് കേൾക്കുന്നല്ലോ, നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് വർത്തമാനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നായിരിക്കും മണവറയിൽ അല്ലെങ്കിൽ മണിയറയിൽ മണവാളനും മണവാട്ടിയും പറയുന്നത്. രാത്രി പോയതറിഞ്ഞില്ലാന്ന്. അതുപോലെയാണ് മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചവര് ഖബറിൽ കിടക്കുമ്പോൾ മഹ്ശറയാകുന്നതറിയൂല, സമയം പോകുന്നതറിയൂല, അവർക്ക് ഖബർ മതിയാവൂല. അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ഖബർ. അവിടെ സമയം പോണതറിയൂല. അതേ സമയത്ത് അമ്മൽ മുനാഫിഖു അവിൽ മുർതാബു, സംശയമുള്ളവൻ, കപടവിശ്വാസി, അവന് മുത്തുനബി തങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല, അവന്റെ പക്കൽ മറുപടി ഉണ്ടാവൂല. പിന്നെ അവനാ ഖബർ ദുർഘടമായ ഭവനമാണ്. അല്ലാഹു നമ്മുടെയൊക്കെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്നയാക്കി തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ നാസികയുണ്ടല്ലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ മുഖമുണ്ടല്ലോ, ഈ ലോകത്തെന്ന് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത ആ മുഖം. ഇവിടുന്ന് 1000 കൊല്ലം വഅ്ള് പറഞ്ഞാലും ആ കവിൾത്തടത്തിന്റെ മാർദ്ദവം പറഞ്ഞാൽ തീരില്ല. അവിടുത്തെ പൽക്കോവയുടെ വെളിച്ചം പറഞ്ഞാൽ അവസാനിക്കില്ല.
അവിടുത്തെ നാവിന്റെ രുചി പറഞ്ഞാൽ തീരില്ല, അവിടുത്തെ ചുണ്ടുകളുടെ ഭംഗി പറഞ്ഞാൽ മതിയാവില്ല. കണ്ണിലിങ്ങനെ കണ്ടു നോക്കിയാൽ എന്ത് രസമാണ്, കൽബിങ്ങനെ കൽപ്പിച്ചു നോക്കിയാൽ എന്ത് ആനന്ദമാണ്. അത് കണ്ടിങ്ങനെ കിടക്കുന്നൊരു ഖബർ, മാഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴേക്ക് ഖബറിലെ ജീവിതം തീർന്നുപോയി. അതാണ് മുഅ്മിനിന്റെ ഖബർ, അതാണ് നമുക്ക് നൗമത്തിൽ അറൂസ്. അല്ലാതെ ഉറങ്ങിക്കോളാനല്ല, ഉറക്കമറക്കുന്ന ഉറക്കമാണത്, മധുരുചിക്കുന്ന രാവാണത്, അല്ലാഹുവിലേക്ക് അടുക്കുന്ന സമയമാണ്. അല്ലാഹ് ഞങ്ങളുടെ ഖൽബുകൾ നീ സാഫാക്കി തരണം റഹ്മാനേ, എപ്പോഴും മദീനയിലേക്ക് ചേർത്തു തരണം റഹ്മാനേ.